ഒരു കഴിഞ്ഞ 60 വർഷമായി നിരന്തരം ഒരു ദിവസം പോലും മുടങ്ങാതെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വായനയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. പത്രം മുടക്കാറില്ല, എഴുത്തും മുടക്കാറില്ല. പക്ഷേ എല്ലാം പ്രസിദ്ധപ്പെടുത്താൻ എൻ്റെ കയ്യിൽ സൗകര്യങ്ങളൊന്നുമില്ല. എഡിറ്റർമാർ ആവശ്യപ്പെട്ടാൽ അവരുടെ ആവശ്യം മാത്രമല്ല അളവറിഞ്ഞ് കൃത്യമായി കൃത്യസമയത്ത് എഴുതി കൊടുക്കുക എന്ന ശീലം എനിക്ക് പണ്ടേ ഉണ്ട്. മനോരമയിലെ തോമസ് ജേക്കബ് തന്നെ കാര്യത്തിൽ പലപ്പോഴും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും മനോരമയോ മാതൃഭൂമിയോ അല്ലെങ്കിൽ വലിയ പത്രങ്ങൾ സ്ഥിരമായി എന്നോട് ഒന്നും എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ല. വളരെ ഗംഭീരമായ ഒരു നേട്ടം ഒരിക്കൽ എനിക്കുണ്ടായത് ദ ഹിന്ദുവിൽ എൻ്റെ ഒരു ലേഖനം ആ പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ അച്ചടിച്ചു വന്നതാണ്. കർണാടകയിൽ രാമകൃഷ്ണ ഹെഗ്ഡെ എന്ന മുഖ്യമന്ത്രി ഒരു ടെലഫോൺ ടാപ്പിംഗ് കേസ്, പ്രൈവസിയാണ് വിഷയം, കേസിൽപ്പെട്ട് പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഞാൻ പ്രൈവസി എന്ന വിഷയത്തെ, അന്ന് ഇന്ത്യയിൽ ആ വിഷയം ഒരു ചർച്ചാ വിഷയമായിരുന്നിട്ടില്ല. ഞാനൊരു ലേഖനം, അന്ന് കമ്പ്യൂട്ടറും ഇല്ല, ടൈപ്പ് ചെയ്ത് അന്നത്തെ രീതിയിൽ ഒരു നീണ്ട കവറിലിട്ട് ചെന്നൈയിൽ ഹിന്ദു ഓഫീസിലേക്ക് സാധാരണ പോസ്റ്റ് ചെയ്തു. 3-ാം ദിവസം അവിടെ കിട്ടിക്കാണുമായിരിക്കും. പക്ഷേ അവിടെ ആ ലേഖനം കിട്ടിയ ദിവസം ആണ് ഹെഗ്ഡെയുടെ രാജി ബാംഗ്ലൂരിൽ ഉണ്ടായത്. ഏതായാലും എഡിറ്റർ സംപ്രീതനായി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ എഡിറ്റ് പേജിൽ വളരെ വിശദമായി ആ പേജ് പൂർണ്ണമായും എടുക്കേണ്ടി വന്നു എന്ന് തോന്നുന്നു, ആ ലേഖനം പ്രസിദ്ധപ്പെടുത്തി. അതിനേക്കാൾ അത്ഭുതകരമായ കാര്യം സംഭവിച്ചത് അതിനടുത്ത ദിവസം ആ വിഷയത്തെക്കുറിച്ചുള്ള ഹിന്ദു എഴുതിയ എഡിറ്റോറിയൽ, അതിൽ എൻ്റെ പേര് എടുത്തു പറഞ്ഞ് എന്നെ പരാമർശിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക്, ഞാൻ ഉന്നയിക്കുന്ന ആ വിഷയത്തിലേക്ക് ജുഡീഷ്യറിയുടെയും പാർലമെൻറ്റിൻ്റെയും ഒക്കെ ശ്രദ്ധ തിരിയേണ്ടതാണ് എന്നൊക്കെയുള്ള വലിയ വാക്കുകളൊക്കെയാണ് ഹിന്ദു അന്ന് ഉപയോഗിച്ചത്. ചിലരൊക്കെ എന്നോട് പറഞ്ഞത് ഒരു പത്മശ്രീ കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അപ്രീസിയേഷനാണ് ഹിന്ദു അവരുടെ എഡിറ്റോറിയലിൽ നടത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പം അങ്ങനെയൊക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ എല്ലാ എഡിറ്റർമാർക്കും ഞാനൊരു ആവശ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു അസൈൻമെൻ്റ് ഒന്നും എനിക്കതിന് കിട്ടിയിട്ടുമില്ല. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ എഴുതി തുടങ്ങുന്നവർ ലേഖനം എഴുതി പത്രത്തിലേക്ക് അയച്ചാൽ, മാഗസിനിലേക്ക് അയച്ചാൽ മിക്കവാറും അത് തിരിച്ചു വരും. കാരണം പഴയ പത്രമൊക്കെ നോക്കി നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ കാണാറുണ്ട്, വാരികകളിലൊക്കെ കാണാം, പ്രസിദ്ധീകരിക്കാത്ത പക്ഷം ലേഖനം തിരിച്ചയക്കുന്നതിന് മതിയായ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ കൂടി വെച്ചിരിക്കണം എന്നാണ്. ഇപ്പോൾ എല്ലാം DTPയും കമ്പ്യൂട്ടർ ടൈപ്പിങ്ങും ഒക്കെ ആയതുകൊണ്ട് ആർക്കും ഈ ലേഖനം തിരിച്ചു കിട്ടേണ്ട കാര്യമില്ല, അതുകൊണ്ട് സ്റ്റാമ്പും വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പം അച്ചടിച്ച് വെച്ച ഒരു സ്ലിപ്പും അതിൻ്റെ കൂടെ ഉണ്ടാകും. റിഗ്രറ്റ് സ്ലിപ്പാണ്, എഡിറ്റർ റിഗ്രറ്റ്സ്. ഈ റിഗ്രറ്റ് സ്ലിപ്പ് കളക്ട് ചെയ്യുന്നത് ഒരു ഹോബി ആക്കി മാറ്റാതിരിക്കുന്നതിന് വേണ്ടി ഞാനിവർക്കൊന്നും ലേഖനം അയച്ചു കൊടുക്കാറില്ല. എന്നോട് ആവശ്യപ്പെട്ടാൽ എഴുതി കൊടുക്കും. അങ്ങനെ എന്നോട് ആവശ്യപ്പെട്ട ഒരു പത്രാധിപരായിരുന്നു NM മോഹനൻ. ഫോർട്ട് കൊച്ചി കൽവത്തിയിൽ ചെറിയാൻ എന്ന ഒരു വ്യവസായി ആരംഭിച്ച വാരികയാണ് ചിത്ര കാർത്തിക. വൈക്കം ചന്ദ്രശേഖരൻ നായരായിരുന്നു അതിൻ്റെ എഡിറ്റർ. അവിടെ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ടാണ് മോഹനൻ വരുന്നത്. മോഹനൻ എന്നെ കൊണ്ട് ധാരാളം നല്ല ലേഖനങ്ങൾ
ചിത്രകാർത്തികയ്ക്ക് വേണ്ടി എഴുതിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ കയ്യിൽ കോപ്പിയൊന്നും ഇപ്പോൾ കാണുന്നില്ല. മാവോ മരിച്ചപ്പോൾ എഴുതിച്ച ലേഖനം. ഞാൻ സാധാരണ ചെറിയ ലേഖനം എഴുതുന്ന ആളാണ്, പക്ഷെ അന്ന് എന്നെ കൊണ്ട് വളരെ ദീർഘമായി ലേഖനമൊക്കെ മോഹനൻ എഴുതിച്ചത്. പിന്നീട് വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ മകളെ മോഹനൻ വിവാഹം കഴിച്ചു. പിന്നീട് മോഹനൻ പൈക്കോയിൽ വന്നു. പൈക്കോ പൂമ്പാറ്റ എന്നൊരു ബാലപ്രസിദ്ധീകരണം ആരംഭിക്കുന്ന സമയമായിരുന്നു. അതിനുവേണ്ടിയാണ് മോഹനെ കൊണ്ടുവന്നത്. മോഹനൻ എഡിറ്റ് ചെയ്തിരുന്ന പൂമ്പാറ്റയിലും നിരവധി ലേഖനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മോഹനൻ മനോരമയിലേക്ക് പോയി. മനോരമയിലും അവർക്ക് മാനേജ്മെൻറ്റിന് തൃപ്തികരമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ബാലരമ എന്ന കുട്ടികളുടെ പ്രസിദ്ധീകരണത്തിന് വലിയ തോതിൽ പ്രചാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഈ പൈക്കോയും ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എറണാകുളത്തെ അക്കാലത്തെ അറിയപ്പെടുന്ന ഏറെ പ്രശസ്തമായ പുസ്തക വിൽപ്പനശാല, ഇംഗ്ലീഷ് പുസ്തക വിൽപ്പനശാലയായിരുന്നു പൈക്കോ. പൈ ആൻഡ് കമ്പനി, അതിൻ്റെ ചുരുക്കപ്പേരാണ് പൈക്കോ. ഞാൻ മഹാരാജാസ് കോളേജിൽ നിന്ന് എം എ ഇംഗ്ലീഷ് ആയിരുന്നല്ലോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ജോലി പൈക്കോയിലായിരുന്നു. അവരുടെ ക്ലോത്ത് ബസാർ റോഡിലുള്ള ഈ പുതിയ പുസ്തകങ്ങൾ വന്നിറങ്ങുമ്പോൾ സൂക്ഷിക്കുന്ന ഗോഡൗണിൽ എനിക്കൊരു മേശയും കസേരയും തന്നു. എൻ്റെ ജോലി ഈ പുതിയ പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കുക, അതെല്ലാം ചേർത്ത് പൈക്കോ ബുള്ളറ്റിൻ എന്ന പേരിൽ ഒരു ബുള്ളറ്റിൻ ഇറക്കുക, ലൈബ്രറികൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അതൊരു ജോലി എന്ന നിലയേക്കാൾ ഉപരിയായി ഒന്ന്, ആ പുതുപുത്തൻ പുസ്തകങ്ങൾ കെട്ടുപൊട്ടിക്കുമ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന ഒരു 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 സുഗന്ധമുണ്ട്. ലോകത്തിലെ ഒരു പുഷ്പത്തിനും നൽകാൻ കഴിയാത്ത അത്രയും ഹൃദയഹാരിയായ സുഗന്ധമാണത്. ഞങ്ങൾ പണ്ടൊക്കെ ഈ അച്ചടിച്ച കടലാസ്, അച്ചടി മഷീൻ ചെല്ലുമ്പോഴാണ് ആ ഗന്ധമുണ്ടാകുന്നത്. പണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അന്നൊക്കെ പെട്ടിക്കടകളുണ്ട്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പെട്ടിക്കടയിൽ അത് വന്ന് തൂങ്ങുമ്പോൾ അത് വാങ്ങിയാൽ അത് ഒടിക്കാതെ മടക്കാതെ ഒന്ന് ആ സ്മെല്ല് ആസ്വദിച്ചതിന് ശേഷം അതേപടി ചുളുങ്ങുക പോലും ചെയ്യാതെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇവിടെ 8, 9 ചിലപ്പോൾ 10 മണിക്കൂർ വരെ ഈ പുതുപുത്തൻ പുസ്തകങ്ങളുടെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് വായിക്കുക, അതാണ് ജോലി. അതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടാനില്ല. ഞാൻ എൻജോയ് ചെയ്ത് ഏറെക്കാലം ചെയ്ത ഒരു ജോലിയായിരുന്നു അത്. പക്ഷേ പിന്നീട് മറ്റ് പല ജോലികളും കിട്ടി, ഞാനങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ പൈക്കോയുടെ ഉടമസ്ഥൻ്റെ പേരാണ് പൈ, SV പൈ. പയ്യുമായി എനിക്ക് അങ്ങനെ നല്ല അടുപ്പമുണ്ടായി. അതുകൊണ്ട് എന്നെയും കൂട്ടിക്കൊണ്ടായിരുന്നു മോഹനൻ പയ്യെ കാണുന്നതിന്, ഇൻ്റർവ്യൂവിന് വേണ്ടി അന്ന് പോയത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മലയാളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ മാഗസിൻ എഡിറ്റർ ആയിരുന്നു ഈ മോഹനൻ, NM മോഹനൻ. നമ്മൾ മറ്റു പലരെയും കൂടുതൽ പ്രശസ്തരായി കണ്ടിട്ടുണ്ട്, കൂടുതൽ അംഗീകാരം പലർക്കും നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു മാഗസിൻ എഡിറ്റർ വിഷയങ്ങൾ കണ്ടെത്തുന്നതിൽ, അത് പ്രാപ്തരായവരെ കൊണ്ട് അത് എഴുതിക്കുന്നതിൽ, അത് ആകർഷകമായി ലേഔട്ട് ചെയ്ത് അച്ചടിച്ചു കൊണ്ടുവരുന്നതിൽ, അതിലൊക്കെ വലിയ സാമർഥ്യം ഈ മോഹനൻ കാണിച്ചിരുന്നു. മോഹനനും ഇപ്പോഴില്ല. കാർട്ടൂണിസ്റ്റ് ടോംസിൻ്റെ ബോബനും മോളിയും കേസ് വന്നപ്പോൾ സ്വാഭാവികമായും മോഹനന് മനോരമയിലെ എംപ്ലോയി എന്ന നിലയ്ക്ക് മാനേജ്മെൻറ്റിനോ കമ്പനിക്കൊപ്പം നിൽക്കേണ്ടി വന്നു. അങ്ങനെ അകന്നുപോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരമവാർത്തയാണ് ഞാൻ കേട്ടത്. അങ്ങനെ പലരും നമുക്ക് ഈ പ്രായം ദീർഘകാലം ജീവിക്കേണ്ടി വരുമ്പോഴുള്ളൊരു പ്രയാസം അതാണ്.
നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരെയും നമ്മൾ കാണാതെ പോകും. അവർ അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കും. ഒരു പഴയ ഓർമ്മ പങ്കുവയ്ക്കാൻ പോലും ഇപ്പോൾ ആളില്ല. എന്തെങ്കിലും ഒരു പഴയ സംഭവം ഓർമ്മയിൽ വന്നാൽ അതൊന്ന് കൺഫേം ചെയ്യുന്നതിന് ആരെയെ വിളിച്ച് ചോദിക്കുക? അതിന് സാക്ഷികൾ ആയിരുന്നവരൊക്കെ വിട്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ മോഹനനെ പോലെയുള്ള നല്ല സുഹൃത്തുക്കൾ അവർ ഇല്ലാതെയാകുന്നു, അപ്രത്യക്ഷരാകുന്നു. ഈ സൗഹൃദം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒന്നല്ല. അത് നമ്മുടെ ജീവിതത്തിന് ഒരു താങ്ങ്, ഒരു തണൽ, ഒരു പിന്തുണ, ഒരു ശക്തി, കരുത്ത്, ഇതെല്ലാമാണ് സൗഹൃദം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ സൗഹൃദം എന്നത് ആഘോഷം മാത്രമായി കാണുന്നവരാണ്. ആഘോഷം കഴിയുമ്പോൾ, അതിൻ്റെ പൊലിമ കുറയുമ്പോൾ അവരൊക്കെ പിരിഞ്ഞു പോവുകയും ചെയ്യും. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എൻ്റെ ഈ എഴുത്ത് ജീവിതത്തിൽ എന്നെ സഹായിക്കുകയും കാഷ്വലായെങ്കിലും ഒരു പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്ത ആളുകൾ നിരവധിയാണ്. ഞാനൊരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു മലയാള മനോരമയിൽ. അന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ അവിടെ ഇരുന്ന എഡിറ്റർമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു തോമസ് ജേക്കബ്. അന്ന് 26 വയസ്സോ മറ്റേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ന്യൂസ് എഡിറ്റർ ആയി മാറിയ ആളാണ്. കോഴിക്കോട് എഡിഷൻ്റെ ചുമതല ഏറ്റെടുക്കാൻ അദ്ദേഹം പോകുന്ന വഴിക്കാണ് കോട്ടയത്ത് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. എന്നെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എന്നെയും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഈയിടയ്ക്ക് തോമസ് ജേക്കബ് ആ സന്ദർഭം ഓർത്തുകൊണ്ട് പറഞ്ഞത്, അന്ന് ഞാൻ മനോരമയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നല്ല എഡിറ്റോറിയലുകൾ, നല്ല ആഴമുള്ള ലേഖനങ്ങൾ ഒക്കെ എഴുതി മനോരമയുടെ ആ ഒരു സ്വഭാവത്തിന് തന്നെ ചിലപ്പോൾ ഗുണപരമായ ഒരു മാറ്റം വരുമായിരുന്നു. അതിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രകടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണ്. അതെല്ലാം ഓരോ ഘട്ടത്തിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. അന്ന് ഈ മനോരമ എന്നൊക്കെയുള്ള എനിക്കൊരു ആവേശം നൽകിയത് ബാബു ചെങ്ങന്നൂർ തുടങ്ങിയ പേരുകളാണ്. അന്ന് വിയറ്റ്നാം യുദ്ധം നടക്കുന്ന കാലമാണ്. വിയറ്റ്നാമിൽ ബാബു ചെങ്ങന്നൂർ മനോരമയുടെ എഡിറ്ററാണ്. ബാബു ചെങ്ങന്നൂർ റിപ്പോർട്ടറായി എത്തി. അമേരിക്കൻ പട്ടാളത്തിൻ്റെ സഹായം വേണമല്ലോ. അവരുടെ അനുവാദത്തോടെ ഒരു താഴെ ബോംബിടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അമേരിക്കൻ യുദ്ധവിമാനത്തിൽ ആണ് ബാബു ചെങ്ങന്നൂർ യാത്ര ചെയ്ത് അതിൻ്റെ പ്രകമ്പനം, താഴെ കലങ്ങി ഒഴുകുന്ന മേക്കോങ് നദി, അതൊക്കെ വർണ്ണിച്ചുകൊണ്ട് ബാബു ചെങ്ങന്നൂർ അന്ന് മനോരമയിൽ എഴുതിയ റിപ്പോർട്ടുകൾ, ലേഖനങ്ങൾ, അതിൽ പല വാചകങ്ങളും ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം അതുപോലെ ഒരു ലേഖകനാകുക, യുദ്ധകാര്യ ലേഖകനാകുക എന്നതും എൻ്റെ ഒരു വലിയ അംബീഷൻ ആയിരുന്നു. ആഗ്രഹിക്കുന്നതിന് തടസ്സമൊന്നുമില്ലെങ്കിൽ പിന്നെ അതിന് പരിധി വയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. റോയിറ്റർ എന്ന പേര് എന്നെ എപ്രകാരമാണ് വിസ്മയത്തിലാഴ്ത്തിയത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റോയിറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനിയല്ല, അത് പല രാജ്യങ്ങളിൽ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്ന, സാന്നിധ്യം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നായിരുന്നു ആ തീരെ കുട്ടിക്കാലത്ത് എൻ്റെ ധാരണ. ഒരു റോയിറ്റർ ആകുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞാൻ വളരെ ചെറുപ്പത്തിലേ തുടങ്ങി. എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം വേണമെന്നില്ല. ഇപ്പോൾ പ്രായമായപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം വേണമെന്നില്ല. കുറേ ദിവസങ്ങൾ തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല.
എനിക്ക് പ്രത്യേകമായ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഇല്ല. ഞാനിതെല്ലാം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തത് അതികഠിനമായ ഒരു ജീവിതത്തിന് എന്നെ തന്നെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയാണത്? എനിക്ക് റോയിട്ടറെ പോലെ ഒരു വാർ കറസ്പോണ്ടൻ്റ് ആവണം. ചെറുപ്പത്തിലെ ആഗ്രഹമാണ്. അന്ന് ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ പോകാമായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൗതുകകരമായി ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് 50-ാമത്തെ വയസ്സിൽ MP ആകുന്നത് വരെ പാസ്പോർട്ട് പോലും ഇല്ലാതിരുന്ന ആളാണ് ഞാൻ. ഈ വിദേശയാത്രയും ഫോറിൻ അസൈൻമെൻറ്റും ഒക്കെ മനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ പാസ്പോർട്ടെങ്കിലും എടുത്തു വയ്ക്കണമല്ലോ. പക്ഷെ അത് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ ആദ്യവട്ടം MP ആയിരുന്നപ്പോൾ ഡോക്ടർ B. ഇക്ബാലുമൊത്ത് ഖത്തറിലേക്ക് ഒരു യാത്ര നടത്തി. ഖത്തറിലെ ദോഹയിലെ ഒരു മലയാളി അസോസിയേഷൻ്റെ ക്ഷണപ്രകാരമാണ്. അന്നാണ് ആദ്യമായി ഞാൻ പാസ്പോർട്ട് എടുത്തത്. നേരത്തെ പാസ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് പാർലമെൻറ്റിൽ കൊടുത്താൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാക്കി മാറ്റി അതുകൊണ്ട് യാത്ര ചെയ്യാമായിരുന്നു. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൻ്റെ ബലത്തിൽ ഞാൻ കുറേ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളിലേക്കും. എന്നെ സംബന്ധിച്ച് യാത്ര എന്ന് പറയുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള യാത്രയല്ല. അതൊരു ഒരു തീർത്ഥാടനം കൂടിയാണ്, തീർത്ഥയാലങ്കാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ അതുപോലെ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കാണാറുണ്ട്. ഞാൻ വാഷിങ്ടണിൽ അവിടെ ഈ വാട്ടർ ഗേറ്റ് എന്നത് വലിയ ഒരു ബിൽഡിംഗ് കോംപ്ലക്സിൻ്റെ പേരാണ്. വലിയ ബിൽഡിംഗ്, ഹോട്ടലും ഒക്കെ ഉൾപ്പെടെ, ലിവിങ് അപ്പാർട്ട്മെൻറ്റ്സും. ആ വാട്ടർ ഗേറ്റിൽ ആണ് അന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുകൊണ്ടാണ് അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദൂതന്മാർ പ്രസിഡൻറ്റിൻ്റെ അനുവാദത്തോടെ നുഴഞ്ഞു കയറി ചില വിക്രികളൊക്കെ നടത്തി. അതാണ് ഈ വാട്ടർ ഗേറ്റ് എന്ന പേരിൽ വലിയ സ്റ്റോറിയായി മാറിയത്. ഞാൻ അവിടെ പോയിട്ടുണ്ട് ആ വാട്ടർ ഗേറ്റ് എന്ന് കാണുന്നതിന് വേണ്ടി. ന്യൂയോർക്കിൽ ചെന്നാൽ അന്ന് ഗ്രൗണ്ട് സീറോ എന്നറിയപ്പെട്ടിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്നിരുന്ന ആ സ്ഥലം അതൊന്ന് കാണണമല്ലോ. അത് കണ്ടു. ന്യൂയോർക്കിൽ പോയാൽ ന്യൂയോർക്ക് ടൈംസും കാണണം. ഞാൻ ചെല്ലുമ്പോൾ അവിടെ എഡിറ്റർ എയ്ബ് റോസൻഡോൾ, അദ്ദേഹം ഡൽഹിയിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ കറസ്പോണ്ടൻ്റായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ ആഥൻസിൽ ചെന്നപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം, അത് അരയോപാഗസ് എന്നറിയപ്പെടുന്ന ഒരു കുന്നാണ്. പുരാതന ഗ്രീസിൽ അന്നോട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ്. ഗ്രീക്ക് ദേവന്മാർ സമ്മേളിച്ചിരുന്നത്, കുറ്റവിചാരണകൾ നടന്നിരുന്നത് എല്ലാം ഈ കുന്നിൻ മുകളിലാണ്. അവിടെയാണ് സെയിൻറ്റ് പോൾ, അപ്പസ്തോലനായ സെയിൻറ്റ് പോൾ, അദ്ദേഹം പ്രസംഗിക്കുന്നു. ആ പ്രസംഗം കേട്ട് ആകൃഷ്ടരായി ആദ്യത്തെ ഈ മതപരിവർത്തിതർ, ക്രിസ്തുമതത്തിലേക്ക് വന്നവർ, അത് പൗലോസിൻ്റെ അരയോപാഗസിലെ പ്രസംഗം കേട്ടതിൻ്റെ ഫലമായി ഉണ്ടായതാണ്. ഞാൻ അവിടെയും പോയി. ഇപ്പോഴും അത് ഒരു പബ്ലിക് പ്ലേസാണ്. നിങ്ങൾക്ക് ഒരു അവതരിപ്പിക്കാൻ ഒരു ആശയമുണ്ടെങ്കിൽ അതിവിടെ അവതരിപ്പിക്കാം, ഒരു തടസ്സവുമില്ല. ശ്രോതാക്കളായി കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കത് കേൾക്കാം, അല്ലെങ്കിൽ കേൾക്കാതിരിക്കാം. നമ്മൾ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സംസാര സ്വാതന്ത്ര്യം, അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ആഥൻസിലെ അരയോപാഗസ്. ഞാൻ മറ്റിടങ്ങൾ കാണുന്നതിന് മുമ്പ് കാണാൻ പോയത് ആ സ്ഥലമാണ്. ജോൺ മിൽട്ടൺ സംസാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുതിയ പ്രബന്ധത്തിലൂടെ, അരിയോപജറ്റിക്ക എന്ന പ്രബന്ധത്തിലൂടെ പ്രസിദ്ധമാക്കിയ സ്ഥലമാണത്. അങ്ങനെ എവിടെ പോകുമ്പോഴും നമുക്ക് ഈ ചരിത്രം ഉറങ്ങുന്നു എന്ന പ്രയോഗം ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറില്ല. എവിടെയും ചരിത്രം ഉണർന്നിരിക്കുകയാണ്.
ആ ഉണർന്നിരിക്കുന്ന ചരിത്രത്തിൻ്റെ സാമീപ്യം എൻജോയ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർമ്മകളെ ഉണർത്തുന്നത് അത് അങ്ങേയറ്റം അവാച്യമായ അനുഭൂതിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ആ സംഘർഷം ഹൈക്കോടതിയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതി വളപ്പിലാണ് ഏറ്റവും വയലൻ്റായ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ അഭിപ്രായ പ്രകടനം, അഭിഭാഷകർ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ശരിയല്ല, അതായത് അവരുടെ പ്രൊഫഷൻ്റെ അന്തസ്സിന് മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ അഭിഭാഷകർ എനിക്കെതിരെ തിരിഞ്ഞു. ഒരു കാര്യവും ഉണ്ടായിട്ടില്ല, പക്ഷെ അവർ തിരിഞ്ഞു.